എറണാകുളത്ത് ജില്ലാ പഞ്ചായത്തിൽ യു.ഡി.എഫിന് കനത്ത തിരിച്ചടി. യു.ഡി.എഫ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളി. കടമക്കുടി ഡിവിഷനിലെ സ്ഥാനാർത്ഥി എൽ.സി. ജോർജിൻ്റെയാണ് തള്ളിയത്. പത്രിക പിന്തുണച്ചയാൾക്ക് ഡിവിഷനിൽ വോട്ടില്ലാത്തതാണ് കാരണം. വിവരങ്ങളുമായി ഇപ്പോൾ സാലി മുഹമ്മദ് ചേരുന്നു. സാലി, ഈ ഡിവിഷനിലെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഇന്നിപ്പോൾ സൂക്ഷ്മ പരിശോധനയാണ്. ഇതിലിങ്ങനെ വ്യാപകമായി യു.ഡി.എഫിൻ്റെയും ബി.ജെ.പിയുടെയും ഒക്കെ പത്രികകൾ തള്ളുന്ന സാഹചര്യങ്ങൾ സംസ്ഥാന വ്യാപകമായുണ്ട്. ഇതിപ്പോൾ എറണാകുളത്ത് ഈ ഡിവിഷനിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകാനായി ശ്രമിക്കുന്നത്. അതായത് യു.ഡി.എഫിന് കനത്ത തിരിച്ചടിയാണ് എറണാകുളത്ത്. ജില്ലാ പഞ്ചായത്തിലെ യു.ഡി.എഫിന് സ്ഥാനാർത്ഥി ഇല്ലാതാകുന്നു ഒരു ഡിവിഷനിൽ എന്നുള്ളതാണ് കാരണം. നാമനിർദ്ദേശ പത്രിക തള്ളുന്നു. ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയായിരുന്നു. ഇന്ന് സൂക്ഷ്മ പരിശോധനയാണ്. സ്വാഭാവികമായ സൂക്ഷ്മ പരിശോധനയിൽ ഒരു സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളുക എന്നതിൻ്റെ അർത്ഥം അതുമായി ബന്ധപ്പെട്ട പാർട്ടിയുടെ എഫിഷ്യൻസിയുടെ കുറവുണ്ട്, പരിശോധനകളുടെ കുറവുകളുണ്ട്, ഒപ്പം കഴിവുകളുടെ കുറവുണ്ട്, മികവിൻ്റെ കുറവുണ്ട്. ഇതൊക്കെയാണ് പ്രതിഫലിക്കുന്നത്. കാലാകാലങ്ങളിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് നാം കാണുന്നതാണ്. ഇവിടെ നോക്കൂ, എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ യു.ഡി.എഫിന് എങ്ങനെയാണ് തിരിച്ചടി വരുന്നതെന്ന്. നാമനിർദ്ദേശ പത്രിക തള്ളുകയാണ്. കടമക്കുടി ഡിവിഷനിലാണ്. അതായത് ആലോചിക്കണം, എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെ ഡിവിഷനാണ്. ഗ്രാമപഞ്ചായത്തല്ല, ബ്ലോക്കല്ല, ജില്ലാ പഞ്ചായത്ത്. ഏതാണ്ട് ഒരു നിയമസഭയുടെ സ്വഭാവത്തിൽ ആണ് പലപ്പോഴും രാഷ്ട്രീയ കക്ഷികളൊക്കെ ജില്ലാ പഞ്ചായത്തുകളെ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ജില്ലാ പഞ്ചായത്തിലെ ഒരു ഡിവിഷനിൽ യു.ഡി.എഫിന് സ്ഥാനാർത്ഥികളില്ലാതെ പോകുന്നു. കടമക്കുടി ഡിവിഷനിലെ സ്ഥാനാർത്ഥി എൽ.സി. ജോർജിൻ്റെ പത്രിക തള്ളിയതോടുകൂടിയാണ് യു.ഡി.എഫിന് സ്ഥാനാർത്ഥി ഇല്ലാതാകുന്നത്. സാലി മുഹമ്മദ്, ഇത് ഗ്രാമപഞ്ചായത്തും ബ്ലോക്കും അല്ല, എറണാകുളം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനാണ്. അത് വളരെ ഗൗരവമുള്ള സാഹചര്യമാണ്. എന്തൊക്കെയാണ് യു.ഡി.എഫ് സ്ഥാനാർത്ഥി അവിടെ പോകുമ്പോൾ നിലവിലുള്ള അവസ്ഥ? അതായത് കടമക്കുടി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് ഇപ്പോൾ യു.ഡി.എഫിന് സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളതാണ് സാഹചര്യം. കാരണം അവരുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിരുന്ന എൽ.സി. ജോർജിന്റെ നാമനിർദ്ദേശ സ്ക്രൂട്ടണിയിൽ സാങ്കേതികമായ വോട്ട് വേണം എന്നുള്ളതാണ് നിയമം. പക്ഷേ എൽ.സി. ജോർജിനെ പിന്തുണച്ചത് അവരുടെ മരുമകളായ അഭിഭാഷക തന്നെയാണ്. അവർക്ക് പക്ഷേ മറ്റൊരു ഡിവിഷനിലായിരുന്നു വോട്ട്. ആ കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഭരണാധികാരി നാമനിർദ്ദേശ പത്രിക തള്ളിയത്. അതിലൊരു പ്രതിസന്ധി യു.ഡി.എഫിന് അവിടെ ഡമ്മി സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളതാണ്. യു.ഡി.എഫ് ഡമ്മി സ്ഥാനാർത്ഥി ഇല്ലാത്ത പശ്ചാത്തലത്തിൽ യു.ഡി.എഫിന് അവിടെ സ്ഥാനാർത്ഥി ഇല്ല. അവിടെ ആകെ 3 പത്രികകൾ മാത്രമാണ് ഔദ്യോഗികമായി നൽകിയിരുന്നത്. ഈ എൽ.ഡി.എഫിന്റെയും ബി.ജെ.പിയുടെയും ഡമ്മി കൂടാതെ അത് പിൻവലിക്കപ്പെട്ടു പോകും. ഇനി ശേഷിക്കുക 3 സ്ഥാനാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. അതിൽ യു.ഡി.എഫിന്റെ പത്രികയാണ് തള്ളിയത്. അപ്പൊ ഇനി അവശേഷിക്കുന്നത് ഇടതുമുന്നണിയുടെയും എൻ.ഡി.എയുടെയും സ്ഥാനാർത്ഥികൾ മാത്രമാണ്. ഏറ്റവും കൗതുകകരമായ കാര്യം, ഈ നിലവിലുള്ള ജില്ലാ പഞ്ചായത്തിന്റെ ഈ എൽ.സി. ജോർജ് എന്നുള്ളതാണ് നിലവിലുള്ള ജില്ലാ പഞ്ചായത്ത്. കേട്ടില്ല, നിലവിലുള്ള ജില്ലാ പഞ്ചായത്തിന്റെ എന്താണ് സാലി പറഞ്ഞത്? നിലവിലുള്ള ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റാണ് എൽ.സി. ജോർജ്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ പത്രികയാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് യു.ഡി.എഫിന് വലിയ സൃഷ്ടിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിലാണ്. അവിടെ 2 യു.ഡി.എഫ് സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിയിട്ടുണ്ട്. 11ാം ഡിവിഷൻ വരാപ്പുഴയിൽ പത്രിക നൽകിയ ജോൺസൺ പൂനത്തിന്റെയും മറ്റൊരു വരാപ്പുഴ പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് മനക്കപ്പടി പത്രിക നൽകിയ സെറീന ഷാജിയുടെയും പത്രികകളാണ് തള്ളിയിരിക്കുന്നത്. അപ്പോൾ എറണാകുളം ജില്ലയിൽ യു.ഡി.എഫിന്റെ പ്രധാനപ്പെട്ട 3 സ്ഥാനാർത്ഥികൾ പത്രിക തള്ളി എന്നുള്ളതാണ് യു.ഡി.എഫിന് പ്രതിസന്ധി.